നെന്മാറയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതിൽ അഭിനന്ദനവുമായി സിപിഎം ഏരിയ സെക്രട്ടറി. കേരളത്തിലെ സാമൂഹികമായ എല്ലാ മണ്ഡലങ്ങളിലും നന്നായി ഇടപെട്ട പാർട്ടിയും സർക്കാരുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ UDFന്റെയും തൽപരകക്ഷികളുടെയും തെറ്റായ പ്രചാരണത്തിൽ ജനം വീണുപോയതാണെന്ന് കരുതുന്നതായി കെ രമാധരൻ പറഞ്ഞു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെന്മാറ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ കെ പ്രേമനെ വിജയിപ്പിച്ച നെന്മാറ മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഹൃദ്യമായ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പുറകോട്ടടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നത് വസ്തുതയാണ്. അത്തരമൊരു സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടാവേണ്ടതല്ല എന്ന അഭിപ്രായമാണ് പൊതുവിലുള്ളത്. കേരളത്തിൻ്റെ സാമൂഹികമായ എല്ലാ മണ്ഡലങ്ങളിലും നല്ല ഇടപെടലാണ് കഴിഞ്ഞ തുടർച്ചയായി ഭരിച്ച 10 വർഷം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ളതെങ്കിലും ഐക്യജനാധിപത്യ മുന്നണിയുടെയും മറ്റ് ചില തൽപര കക്ഷികളുടെയും തെറ്റായ വലിയ പ്രചരണത്തിൽ ജനങ്ങൾ വശംവദരായി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനെല്ലാം സംബന്ധിച്ച് ആധികാരികമായ പഠനം പാർട്ടിയുടെ ഉന്നത തലത്തിൽ നടത്തി പറ്റിയ പെശകും അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളെ സംബന്ധിച്ചെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് തിരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബാധ്യസ്ഥമാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പരിഹരിച്ച് വീണ്ടും നാടിൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഒക്കെയായി വർദ്ധിത വീര്യത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയും മുന്നോട്ട് പോകും. വീണ്ടും വർദ്ധിത വീര്യത്തോടെ ഈ കൊടുങ്കാറ്റിലും ഉലയാതെ മണ്ഡലം നിലനിർത്തിയത് സന്തോഷകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 20 വർഷം തുടർച്ചയായി വിജയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ് CPM നേതാക്കൾ. കെ ബാബു അടക്കമുള്ള നേതാക്കളെല്ലാം നന്നായി പ്രവർത്തിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. തിരിച്ചടി ഉണ്ടാവുന്ന ഘട്ടത്തിലും നെന്മാറ മണ്ഡലം ഉലയാതെ നിന്നു എന്നത് കഴിഞ്ഞ 20 വർഷമായി തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയും ഉജ്ജ്വലമായ വിജയം നേടി ചെയ്തിട്ടുള്ള 2 പേരാണ് സഖാക്കൾ വി ചെന്താമരാക്ഷനും സഖാവ് കെ ബാബു MLAയും. 10 വർഷം വി ചെന്താമരാക്ഷൻ MLA ഈ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, തുടർന്ന് അതിൻ്റെ തുടർച്ചയായി വീണ്ടും 10 വർഷം നെന്മാറയുടെ തന്നെ പ്രതിനിധിയായിട്ടുള്ള കെ ബാബു അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇടപെടലും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. അതിൻ്റെ തുടർച്ചയായാണ് നെന്മാറ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് കെ പ്രേമനെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയോഗിക്കുന്നത്. ചെറിയ ഭൂരിപക്ഷമുണ്ടായെങ്കിലും ഈ വിജയത്തിന് തിളക്കമുണ്ട്. ചെറിയ ആശങ്കകളുണ്ടായെങ്കിലും സംഘടനയെ കൃത്യമായി ചലിപ്പിച്ചതിൻ്റെ ഫലമാണ് ഈ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല ചിട്ടയായി കെട്ടുറപ്പോടുകൂടി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചിട്ടുള്ളത്. കൃത്യമായി ഓരോ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി പാർട്ടി മുന്നണി നിശ്ചയിച്ച പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രവർത്തകരെ, ബൂത്ത് കമ്മിറ്റികളെ, സംഘടനാ സംവിധാനങ്ങളെയെല്ലാം കൃത്യമായി ചലിപ്പിക്കുകയും ആ സ്ഥാനാർത്ഥി എത്തിപ്പെടാത്തതിൻ്റെ കുറവുകളെല്ലാം പരിഹരിക്കാനുള്ള ശ്രമം സംഘടനാപരമായി നടത്തിയതിൻ്റെ എല്ലാം മേന്മ ഈ നെന്മാറ മണ്ഡലത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന് ഗുണം ലഭിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണുള്ളത്. കുറവുകൾ തിരുത്തി മുന്നോട്ട് പോകും. UTV ന്യൂസ്, പാലക്കാട്.